might be the one that truly gets me, and I might be the one you really want, and I feel it too. But you don't know what I've been going through. This is when you tell me that you're different. This is when you try to make me fall. Convince me it's true, and that is why you want me like you do. But you didn't even have to try, 'cause you can start a fire without a spark. Forget what I told you, forget all about that tonight. Just remember the flame, you remember the flame, alright. Forget what I told you, forget all about that tonight. Just remember the flame, you remember the flame, alright. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവളോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കൂ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിക്കുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. The wind in your hair, the ocean in your eyes, the touch of your skin when I hold you against mine, the sound of your voice in harmony with mine. This magic we feel can happen all the time. We'll run this race as fast as we can, over and over, your hand in my hand, as we face forever and give love a chance. I'll show you again and again. It's been you, it's always been you. It's been you, it's always been you.
അവരെ അനുമോദിക്കുവാനും അവരെ ദൈവത്തിന് സമർപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ പ്രിയപ്പെട്ടവരായ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ധർമ്മഗിരി മുതൽ എല്ലായിടത്തുനിന്നും എത്തിയിട്ടുള്ള ധർമ്മഗിരിയിൽ 10-25 വർഷം മുൻപ് ഒത്തിരി ഞാൻ വന്നിട്ടുണ്ട്. ഇലവങ്കിലച്ഛൻ അവിടെ ഉള്ളപ്പോൾ യസുഖപ്രേസിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ട്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന ഈ പ്രിയപ്പെട്ട മക്കളുടെ പ്രിയപ്പെട്ടവരായ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മംഗളങ്ങൾ നേരുവാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അക്ഷയുടെ ബന്ധുവായ ബഹുമാനപ്പെട്ട ആന്റണി പുലിശ്ശേരി അച്ഛൻ, അഖിലിൻ്റെ കുടുംബാംഗമായ ജിതിൻ പി ചാട്ടച്ചൻ, ആന്റണി അച്ഛൻ CMI സഭക്കാരനാണ്. പി ചാട്ടച്ചൻ നമ്മുടെ രൂപതാംഗമാണ്. ഇവിടെ എവിടെയോ ഭാവിയിലേക്കുള്ള ഒരു അച്ഛനും കൂടെ ഒരു ബ്രദർ സെബി എവിടെയോ ഇരിപ്പുണ്ട്. ഇവരാരംഭിക്കാൻ പോകുന്ന ഈ കൂദാശ ഇന്നു മുതൽ ഏറ്റവും മനോഹരമായി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഇവർക്ക് നൽകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഖിലിനെയും അർഷയും അവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഈശോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഭൂമിയിലെ തിരുക്കുടുംബമായിട്ട് ഇവരുടെ കുടുംബജീവിതം പൂർത്തീകരിക്കാനും കെട്ടപ്പെടാനും നമുക്ക് ആത്മാർത്ഥമായി ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ജീവിക്കുവാൻ ഈ ദാസരെ എന്ന് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളായ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുകയും ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികരണം ചെയ്യുന്നു. ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരൻ എന്നേക്കും. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അനുഗ്രഹകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂട് നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിനെയും സ്വഭാവമാകുന്ന സ്കുലത്തിന്റെയും നാഥായിരിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിച്ച് നമ്മൾ അന്ധകാരത്തിൽ നടക്കുകയും ഞങ്ങളുടെ ചെയ്ത നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരൻ എന്നേക്കും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായി ഇരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ നന്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം
ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയും സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ജീവനേകും ആദിനാഗവചനമേ നിത്യമായ മാർഗമരുളും വചനമേ ഹല്ലേലൂയ 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 ഈ വചനം കേൾക്കാനുള്ള ഹൃദയം പൂർണ്ണമായി അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. അധ്യായം 2 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. 3-ാം ദിവസം ഗലീലയിൽ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികൾ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായ മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിനെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അർഷയുടെയും അഖിലിന്റെയും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ഇന്നേ ദിവസം ഇവിടെ വരികയും ഇവർക്ക് പ്രാർത്ഥനകളും ആശംസകളും നൽകുവാനായിട്ട്, ഇവരെ അനുഗ്രഹിക്കുവാനായിട്ട്, ഇവരുടെ കുടുംബ ജീവിതത്തിൽ കൂടുതൽ നന്മകളും കൃപകളും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആയിരിക്കുകയും അക്ഷയെ സ്വീകരിക്കുന്ന അക്ഷാഖിലിനെ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ കരകളിൽ നിന്നാണ്. ദൈവമാണ് ഇവർക്ക് സമാനമായിട്ട് പരസ്പരം നൽകുക. ഈ ബോധ്യത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ജീവിതത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടാകും. തുടർന്നുള്ള ജീവിതത്തിൽ 10-15 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് വേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നും. അല്ലെങ്കിൽ സെലക്ഷൻ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇതത്ര നന്നായിരുന്നില്ല എന്ന് പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ തോന്നും. പുരുഷന്റെ ജീവിത സംഖ്യ നൽകിയ ദൈവമേ, അങ്ങയുടെ അടുത്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കി നന്ദി. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അഖിലും അർഷയും ഉത്തരം നൽകാൻ അഖിലും മിശിഹായുടെ ദൈവവും തിരുസഭയുടെ നടപടികൾ അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടു കൂടി അർഷയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അർഷ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടു കൂടി അഖിലിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷി നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വളർത്തുകയും ചേർത്ത് പിടിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മധുവരന്മാരൊന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വത്തിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിലുമായിരിക്കുന്ന പുരുഷൻ ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിന്റെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാനേ നമ്പിതുമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയിൽ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിലും നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിലും മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഈ വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹായെപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷിതമായി തീരുകയും ചെയ്യും. ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ ശുദ്ധിയും അവിടുന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. I'll be your light, I'll keep you from darkness. Even when the sun don't shine, even when the sun don't shine, give me your strength and show me your weakness. 'Cause we're in this together now, you and me together now. സംരക്ഷണത്തിന്റെ തലയിൽ
പരിശുദ്ധാത്മാവുമായി സർവേശ്വരായിരിക്കും. സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാകുകയും ചെയ്ത കാരണവാനായ ദൈവം എന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കുന്ന ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയാൽ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം എന്നും അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമായ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമാണവരെ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവനവദ്യമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഇന്നു മുതൽ നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബ ജീവിതത്തോടുകൂടിയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. This could be the moment we've been waiting for, the chance to feel alive. Nothing's gonna stop us, nothing's gonna top this, nothing like we've ever seen. And I raise my hands to the sky, what a feeling, 'cause I feel like dancing high, got a feeling, time to feel it. This is where it all begins. This is where it all begins. This is where it all begins. 'Cause this could be the best day of our lives, yeah. This is where it all begins. Burning like a light show, free yourself and let go, time to see it all. Don't think about tomorrow, today we are heroes, here adventure call. There are whole new worlds to see, I keep running, and my feet keep lifting me, like I'm flying, time to see it. This is where it all begins. This is where it all begins. This is where it all begins. 'Cause this could be the best day of our lives, yeah. This is where it all begins. ഒരു സമാഗമത്തില് നമ്മൾ എല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തില് നമുക്ക് സ്റ്റേജിലേക്ക് അഖിലേട്ടനെയും ആശ ചേച്ചിയും ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. Oh,
ചെക്കനും പെണ്ണിനും മന്ത്രം വെക്കട്ടെ. ചെക്കനും പെണ്ണിനും മന്ത്രം വെക്കട്ടെ. ചെക്കനും പെണ്ണിനും മന്ത്രം വെക്കട്ടെ. कुछ पुराने खट्टे मीठे तेज तीखे किस्सों की बयाने तेरी मेरी तेरी बात कुछ पुरानी खट्टे मीठे तेज तीखे किस्सों की बयाने इन कहानियों के अटखेली हुई सारी हकीकत के रंग भरता तू ही जाने जा हो गई मैं तेरी मैं तू मेरा हुआ जाने जा हो गई मैं तेरी बारिश की डोरी जाने जा हो गई मैं तेरी मैं तू मेरा हुआ जाने जा हो गई मैं तेरी बारिश की डोरी Flying by just like the summer breeze. Never felt so alive. Your love's got me reaching for the sky. चल चले नए सफर पे ढूंढे मिलके नए मकाम ख्वाबों के आसमानों पे उभरे तेरे मेरे निशान चल सब चले नए सफर पे ढूंढे मिलके नए मकाम ख्वाबों के आसमानों पे उभरे तेरे मेरे निशान जाने जा हो गई मैं तेरी मैं तू मेरा हुआ जाने जा हो गई मैं तेरी बारिश की डोरी കണ്ണാടിക്കടമൊഴി മുന്നിൽ
बारिशों सी आती हो तुम, ठहरो जरा बैठो न तुम। बारिशों सी आती हो तुम, ठहरो जरा बैठो न तुम। सर से पैर भीगे हुए और कोई नहीं, बस तुम और हम। तू पास तो अपना सा लगे, ये सारा जहां सपना सा लगे। ये बारिश का असर या फिर जादू है तेरा, ना होश ना खबर, ना खुद पे काबू है मेरा। बूंदे भी करें कुछ ऐसी साजिशें, तू साथ हो अगर तो हंसी ये बारिशें। जैसे ठंडी सी पुरवाई, वो भीगी मिट्टी की खुशबू जो तेरी सांसों से आई। वो तेरी जुल्फों की राहत जैसे ठंडी सी पुरवाई, वो भीगी मिट्टी की खुशबू जो तेरी सांसों से आई। बहता ही जाऊं तेरे दिल में बरस के, थमे ना ये बूंदे जो आज हम पे बरसे।